ആദ്യത്തെ ഒരു ഓഹരി എന്ന് പറയുന്നത് നമുക്ക് പറയാനുള്ളത് ഓട്ടോ സെക്ടറിലെ തന്നെ വളരെ ഒരു മേജർ പ്ലെയറായ മാരുതി സുസുക്കിയുടെ Q2 റിസൾട്ടാണ് ലഭ്യമായിരിക്കുന്നത്. ഇപ്പോൾ നോക്കുമ്പോൾ പ്രോഫിറ്റിൽ 7.3% ഉയർച്ചയാണ് കമ്പനിക്ക് രേഖപ്പെടുത്താൻ സാധിച്ചിരിക്കുന്നത്. നെറ്റ് പ്രോഫിറ്റായിട്ട് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് 3293 കോടിയാണ്. കഴിഞ്ഞൊരു ക്വാർട്ടറിൽ നോക്കുമ്പോൾ 3069 എന്നുള്ളൊരു ഒരു റിസൾട്ടിൽ നിന്നാണ് ഇപ്പോൾ ഈ ഒരു നേട്ടം രേഖപ്പെടുത്തിയത്. ഇത് ഇയർ ഓൺ ഇയർ റിസൾട്ടാണ്. മറ്റു കാര്യങ്ങൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് റവന്യൂ നോക്കുമ്പോൾ 13.2% ഉയർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 42,101 കോടിയാണ് ഇത്തവണത്തെ റവന്യൂ ആയി കമ്പനിക്ക് രേഖപ്പെടുത്താൻ സാധിക്കും. നോക്കുമ്പോൾ 21.8% ഉയർച്ച രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. എബിറ്റ നോക്കുമ്പോൾ 0.4% ഒരു വർധനവിൽ 4,434 കോടിയാണ് ഈ ഒരു Q2 മാരുതി സുസുക്കിക്ക് രേഖപ്പെടുത്താൻ സാധിച്ചിരിക്കുന്നത്. ഏതായാലും ഇന്നത്തെ ഒരു ട്രേഡിംഗ് നമുക്ക് മാരുതി സുസുക്കിയുടെ നോക്കാം. ഇപ്പോൾ ഒരു മാർക്കറ്റിൽ ട്രേഡിംഗ് ക്ലോസിംഗ് ആകുന്ന ഒരു സമയത്ത് നോക്കുമ്പോൾ ഓഹരിയിൽ ഇന്നൊരു ഫ്ലാറ്റ് ഇടിവാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിലവിൽ 16,185 എന്നൊരു നിലയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നതായിട്ട് നമുക്ക് കാണുന്നത്. ഓഹരിയെ സംബന്ധിച്ചൊരു പാസ്റ്റ് ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, ഈ ഒരു മാസം പുതിയൊരു ഓൾ ടൈം ഹൈയിലാണ് ഈ ഒരു ഓഹരി ട്രേഡ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല കഴിഞ്ഞൊരു 3-4 മാസത്തിൽ തന്നെ ഒരു നേട്ടം നോക്കുമ്പോൾ വലിയ രീതിയിലൊരു കുതിപ്പാണ് നമുക്ക് ഓഹരിയിൽ കാണാൻ സാധിച്ചത്. ഓൾമോസ്റ്റ് നമ്മൾ ഈ ഒരു ഓഹരി നോക്കുമ്പോൾ ഏകദേശം 35% നേട്ടമാണ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾ ഓഹരി രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യത ഈ ഒരു ഓഹരിയിൽ നിലനിൽക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.